ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് ഒരു വ്ളോഗ് ചെയ്യാനാണ് നിന്നത്. അപ്പോൾ ഉമ്മ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നത് അതെങ്ങനെയാണ് അത് കാണിക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഉമ്മ എന്നെ കണ്ടാൽ അപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. പിന്നെ ഞാനും ഒട്ടും മോശമൊന്നുമല്ല. ഞാനും ഉമ്മനെ കണ്ടപാട് ഞാനും കരയാറാണ്. നാട്ടിൽ നിന്ന് വരുമ്പോഴും അതെ, ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോഴും അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മ ഇപ്പോൾ ഉമ്മമ്മ എന്നാണ് വിളിക്കുന്നത് എൻ്റെ ഉമ്മനെ. പറയും ഉമ്മമ്മനെ കണ്ടാലിപ്പോൾ കരയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിലാണ്, കാരണം ഞാൻ ഈ വർഷം നാട്ടിൽ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മനെ കാണാനുള്ള ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ ഡിസംബറിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു, കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായപ്പോൾ. അപ്പോൾ അതിന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഉമ്മക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു തോന്നി, ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാലും ഉമ്മനെ കൊണ്ടുവരാം. ഒരു മാസത്തേക്ക് ഇപ്പോൾ വിസിറ്റിങ്ങിന് വിസ കിട്ടുന്നുള്ളൂ ഇവിടെ. എപ്പോഴും ഉമ്മ മുമ്പ് 2 തവണ വന്നപ്പോഴും 3 മാസത്തിനാണ് വന്നത്. അപ്പോൾ ഇത്തവണ ഒരു മാസത്തേക്കേ ഉള്ളൂ. എന്നാലും ഉമ്മനെ അത്രയും ദിവസങ്ങളൊന്ന് കൂടെ നിർത്തി നോക്കാമല്ലോ. ഉമ്മയ്ക്ക് അത്ര വയ്യ, കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മനെ ഒന്ന് വന്ന് കൂടെ നിർത്തി നോക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉമ്മനെ കൊണ്ടുവരുന്നത്. അപ്പം ഫ്ലൈറ്റ് എത്താറായിട്ടുണ്ട്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് എയർപോർട്ടിൽ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഉമ്മനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ വരുന്നത് വരെ നമുക്കൊന്ന് കാത്തു നിൽക്കാം അല്ലേ. ഉമ്മ ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റിനാണ് വരുന്നത്. ജാസ്മിൻ്റെ സിസ്റ്ററും കൂടെ വരുന്നുണ്ട്. അവൾ 12 ദിവസത്തിന് വേണ്ടി നാട്ടിൽ പോയതായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉമ്മൻ്റെ കൂടെ ഒന്നിച്ചാണ് വരുന്നത് അവർ. അപ്പോൾ ഇവിടെ ലാൻഡഡ് ഒന്നും കാണിക്കുന്നില്ല, ഓൺ ടൈം എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ നെറ്റിൽ ചെക്ക് ചെയ്ത സമയത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ അറൈവൽ സ്ക്രീനിൽ ഓൺ ടൈം എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്തായാലും നല്ല കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാവരും. ജാസ്മിൻ്റെ ബ്രദറും വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കാരണം സിസ്റ്ററും വരുന്നുണ്ടായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും എയർപോർട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ ഇതേപോലെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഈ വെയിറ്റിംഗ് സമയത്തൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാം. അപ്പം സ്നാക്സും കോഫി എല്ലാം ഉണ്ട് അവിടെ. അപ്പം നമ്മുടെ കട്ട വെയിറ്റിങ്ങിന് ശേഷം അവരിതാ വരുന്നുണ്ട് കേട്ടോ. മുന്നിൽ വരുന്നതാണ് ജാസ്മിൻ്റെ സിസ്റ്റർ. ഉമ്മയും കൂടെ വരുന്നുണ്ട്. ഉമ്മയ്ക്ക് വിസിറ്റിംഗ് വിസ ആയതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പെട്ടെന്ന് കിട്ടിയോണ്ട് അത് അയച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി ഉമ്മനെ കണ്ട് ഒന്ന് സന്തോഷങ്ങളൊക്കെ അറിയിക്കട്ടെ. അപ്പം ഞാൻ മാക്സിമം കരയാതെ പിടിച്ചു നിന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഉമ്മ എന്തായാലും കരയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടില്ല, ഇത്തവണ വന്നാൽ ഞാൻ കരയില്ല, ഞാൻ പറയും വെൽക്കം ടു ജസ്നാസ് കിച്ചൺ എന്ന് പറയുള്ളൂ എന്ന്. അപ്പോൾ അത് ഞാൻ ഉമ്മനോട് പറയായിരുന്നു, ഉമ്മ കരഞ്ഞ് കാണിച്ചാൽ അവൾ വീട്ടിൽ വന്നാൽ കളിയാക്കുമെന്ന് പറയായിരുന്നു. അപ്പോൾ എന്തായാലും ഉമ്മക്ക് എല്ലാവരും കണ്ടപ്പോൾ ഉമ്മക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം നമ്മളിനി ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ ജാസ്മിൻ്റെ സിസ്റ്ററൊക്കെ അവർ സുലൈബിയിലാണ് ഉമ്മൻ്റെ വീട്, അവിടേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ സാൽമിയിലെ നമ്മുടെ വീട്, അവിടേക്കും പോവാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ടുള്ളത് കാണാം. ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലഗേജിൻ്റെ അൺബോക്സിങ് ആട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഉമ്മ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നുള്ളത്. ഞാൻ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കുറേ മസാലകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് മസാലകളൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല കേട്ടോ. നാട്ടിൽ നിന്നും ഞാനിപ്പോൾ എത്ര വർഷമായി കുവൈറ്റിൽ, അത്ര വർഷം മുതലേ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്നും വരുമ്പോൾ മസാലകളൊക്കെ പൊടിച്ച് കൊണ്ടുവരാറാണ്. പിന്നെ ആര് വരുവാണെങ്കിലും ഉമ്മ കൊടുത്തു വിടും മസാലകളൊക്കെ പൊടിച്ചിട്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇസ്മായിലിൻ്റെ വീട്ടിൽ നിന്നാണ് ആരെങ്കിലും വരുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉമ്മയും അതുപോലെ തന്നെ എല്ലാ മസാലകളൊക്കെ പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് നോക്കട്ടെ കേട്ടോ. ഇത് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഉണ്ണിയപ്പം എൻ്റെ നെയ്ബർ കൊടുത്തു വിട്ട, എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടതെന്നൊക്കെ.
അപ്പോൾ ഞാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാക്കി കൊടുത്തു വിട്ടത് ആ പാവം സ്മി ചേച്ചി. പിന്നെയും ഇങ്ങനെ ഓരോ കവറുകൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ ജോലി ഇസ്മായിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജാസ്ന എല്ലാം എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പം സ്മി ചേച്ചി എന്നെ കൊടുത്തു വിട്ടാണ്. ഈ ഹൽവയും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇത് വീറ്റിൻ്റെ ഹൽവ ആണ് കേട്ടോ. അപ്പോൾ വീറ്റ് ഹൽവ ഇപ്പം അവൈലബിൾ ആണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനും. അത് പ്രത്യേകിച്ച് നട്ട്സോ ഇതൊന്നും വരുന്നില്ല, പക്ഷെ എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് പിന്നെ മസാലകളൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് ഞാൻ പൊളിച്ചൊന്നും നോക്കുന്നില്ല. ഇനിയിപ്പോൾ അത് സാവധാനം ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് ടിന്നിലിട്ട് വെക്കണം. അപ്പോൾ ഇത് 2 വിധം അച്ചാറാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ അച്ചാറാണെന്ന് ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് പിന്നെ ഞാൻ കാണിച്ചു തരാം തുറന്നിട്ട്. ഇപ്പോഴത്തെ ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതതുപോലെ ഉമ്മ പറഞ്ഞു ഉമ്മ ഉണ്ടാക്കിയതാണെന്ന്. ഉപ്പ് നാരങ്ങയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെയൊക്കെ. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇറച്ചി പൊരിച്ചതാണ്. ഇതുപോലെ പൂരപ്പൊടി എന്ന് പറയുന്നത് നമ്മളെ അവിടെയൊക്കെ അവലോസ് പൊടിക്കാണ് അത് പറയുന്നത്. പൂരം വറുത്തത് എന്നൊക്കെ പറയും. അരിപ്പൊടിയില്ലേ, അതാണ് സംഭവം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അവലോസ് പൊടി അതന്നെ, അവലോസ് പൊടി. പിന്നെ നമ്മുടെ കോഴിക്കോടൻ പപ്പടം. അപ്പോൾ ഇത് ആര് വരുമ്പോഴും കൊണ്ടുവരാറാണ്. പിന്നെ അതുപോലെ കുറച്ച് നൈസ് പത്തിരി ഉമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ മെഡിസിൻ ആട്ടോ. വൈറ്റമിൻ ഡിൻ്റെ നല്ല കുറവുണ്ട്. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനൊക്കെ ഉണ്ടാകുക പ്രശ്നം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഗൾഫിലുള്ള ഭൂരിഭാഗം ആളുകൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 2 ബോക്സ് ആയിട്ടാട്ടോ ലഗേജ് ഉണ്ടായത്. 23 വെച്ചാണ് പാക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് അവിടെ നമ്മുടെ കണ്ണാടിക്കൽ ഭാഗത്തൊക്കെ നാട്ടിലെ കോഴിക്കോട് അവിടെയൊക്കെ ഒരു ചന്ത ഉണ്ടാവാറുണ്ട്. അപ്പോൾ നല്ല രസമാണ്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എപ്പോഴും പോകാറുണ്ടായിരുന്നു. എല്ലാ വർഷവും ചന്തക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഉമ്മൻ്റെ അനിയത്തി കൊടുത്തു വിട്ടാട്ടോ. എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടാണ്. നാട്ടിലെ പോപ്കോണൊക്കെ ഉണ്ടല്ലോ, പുരി എന്നൊക്കെ പറയും. അപ്പോൾ അതും പിന്നെ അതുപോലത്തെ കുറച്ച് സ്വീറ്റ്സൊക്കെ അവൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഇത് കുട്ടികൾക്ക് ചോക്ലേറ്റ്സ്. എന്തായാലും നാട്ടിലത്തെയും ഇവിടത്തെയും കിറ്റ്കാറ്റ് ആയാലും അതുപോലെ മിൽക്കി ബാർ ആയാലും ഒക്കെ എനിക്ക് കുറച്ച് വ്യത്യാസം തോന്നാറുണ്ട് കേട്ടോ. നാട്ടിലെ സെയിം ടേസ്റ്റ് ഒന്നുമല്ല. ഇതും ഉമ്മൻ്റെ അനിയത്തി കൊടുത്തുവിട്ട് അവളുടെ വീട്ടിലുണ്ടായ കാന്താരി മുളകാണത്. പിന്നെ അതിൻ്റെ കൂടെ കുരുമുളകും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചിപ്സാണ്. അപ്പോൾ ഞാൻ ചിപ്സ് ഇങ്ങനെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ പാക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞത് ഉമ്മനോട്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് അത്രയും പാക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞല്ലോ. പിന്നെ ഇത് ഡാഡിയുടെ ഹലാമ കൊടുത്തു വിട്ടാട്ടോ. ഒരു ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാവം അടുത്ത വീട്ടിൽ നിന്നിട്ട് വാങ്ങിച്ചിട്ട് സീസൺ അല്ലല്ലോ ഇപ്പം. അപ്പം അതുകൊണ്ട് അങ്ങനെ എവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുത്തു വിട്ടത് ആ ചക്കയും ആ പൂരം പൊടിയൊക്കെ. അപ്പോൾ ഇത് പച്ച കുരുമുളകാണ്. അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ അനിയത്തീൻ്റെ വീട്ടിൽ കുറേ കുരുമുളകൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ അങ്ങനെ ആരെങ്കിലും വരുമ്പോഴൊക്കെ എനിക്കിങ്ങനെ പച്ച കുരുമുളകൊക്കെ കൊടുത്തു വിടാറുണ്ട്. പുതിയ റെസിപ്പിയൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ കുരുമുളകൊക്കെ അവൾ കൊടുത്തു വരാറ്. അപ്പോൾ ഈ ചിപ്സ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും എടുത്ത് കഴിക്കുകയാണ് വേഗം. നമ്മൾ കോഴിക്കോട് ചിപ്സ് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് നല്ല നൈസായിരിക്കും, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇത് കടലമുട്ടായി, കപ്പലണ്ടി, ഇത് ബിരിയാണിയിലിടുന്ന ജീരകമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മനോട് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഗരം മസാല ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയാണ്. ഇത് ഹോർലിക്സ്. അത് മോള് ചായ ഒന്നും കുടിക്കില്ല. അപ്പോൾ അവൾ ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനത്തെ ഒക്കെയുള്ളൂ കുടിക്കാറുള്ളൂ. അപ്പം അവൾക്ക് അവിടുന്ന് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാണ്. ഇത് നമ്മുടെ കോഴിയുടെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അതേ ഫില്ലിങ് തന്നെ വെച്ചിട്ട് ചെറിയ മിനി സമോസ ഉണ്ടാക്കുന്നതാണ്. അപ്പം അത് കുറേ കാലം കേടുകൂടാതിരിക്കും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇതൊക്കെ പൊരിയാണ്, പോപ്കോൺ. ചിപ്സ് ഞാൻ നാട്ടിൽ നിന്നും നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും കുറേ കൊണ്ടുവരാറാണ്. അപ്പോൾ ചെറിയ ചെറിയ പാക്സ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാറാണ്. അപ്പോൾ നമുക്ക് നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാനൊക്കെ എളുപ്പത്തിൽ കൊടുക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ കേക്കിൻ്റെ മേലിടുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പം അത് ഞാൻ അനിയത്തി ഷോപ്പിൽ പോയപ്പോൾ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു അവളോട്.
ഇപ്പോൾ ജലാറ്റിൻ ഇവിടെ നമുക്ക് കിട്ടുന്നില്ല, അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞാണത്. ഇത് പിന്നെ ഒരു ചട്ടി, ഇത് കഴിഞ്ഞ തവണ എനിക്ക് ഇസ്മായിലിൻ്റെ പെങ്ങൾ ഇതുപോലെ വലിയൊരു ചട്ടി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ പത്തിരി ചൂടുന്ന ചട്ടിയില്ലേ, അതാണ് പത്തിരി ഓട്. അപ്പോൾ അത് നമ്മളൊരു ഉരുളി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മൂടി വെച്ചിട്ട് അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ഉമ്മ പുതിയതൊന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് മോനെ ഹിന്ദി പഠിക്കാൻ വേണ്ടിയുള്ള ഗൈഡാണ്. അപ്പോൾ അതും ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കൊണ്ടുവരാൻ അവന് ഇന്നലെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ പോയി അത് വാങ്ങിച്ചു. എന്തായാലും വരുന്നുണ്ടല്ലോ നാട്ടിൽ നിന്ന് ആളുകൾ. ഇവിടത്തേക്കാളും വില കുറവാണ് കേട്ടോ നാട്ടിൽ. ഇത് സോനാ പാപ്പടിയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അനിയത്തി കൊടുത്തു വിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇത് കോക്കനട്ടിൻ്റെ, ഇതിപ്പോൾ പല ഫ്ലേവറിലും അവൈലബിൾ ആണ്. നമുക്ക് കോക്കനട്ടും അതുപോലെ ചോക്ലേറ്റ്, മാംഗോ, ആൽമണ്ട് അങ്ങനെ പല ഫ്ലേവറിലും അവൈലബിൾ ആട്ടോ. ഇത് മെഹന്തി കോൺസാണ്, മൈലാഞ്ചി ട്യൂബൊക്കെ. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ അധികം കൊണ്ടുവരുന്നത്. അവളിങ്ങനെ ആരെങ്കിലും വരുമ്പോഴൊക്കെ കൊടുത്തു വിടുന്നതാണ്. ഇത് മൈസൂർ പാക്ക്. ഇപ്പോൾ മൈസൂർ പാക്കും ഇപ്പോൾ അതുപോലെ തന്നെ പല ഫ്ലേവറിലും ഉണ്ട്. ചോക്ലേറ്റും കാരമലും പിന്നെ അതുപോലെ നമ്മൾ സാധാരണ നാടൻ മൈസൂർ പാക്കും. പക്ഷെ എനിക്ക് എപ്പോഴും നാടൻ മൈസൂർ പാക്കാട്ടോ ഇഷ്ടം. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഉമ്മൻ്റെ അനിയത്തി കൊടുത്തു വിട്ടുന്ന്, നമ്മുടെ ചന്തയത്തെ സാധനങ്ങൾ. അപ്പോൾ അതിലുള്ളതായത് ഇത് പനശർക്കര ഉണ്ടല്ലോ, പനച്ചക്കര അല്ലേ, അതാണിത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മളവിടെ ചന്തയിലൊക്കെ നല്ല കളറിൽ കാണുന്ന മിഠായികളാണ്. നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ. ഒരു ചോക്ക് മിഠായിയൊക്കെ ഉണ്ടാവും പണ്ടത്തെ നൊസ്റ്റാൾജിയ. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ പണ്ടത്തെ കാലമൊക്കെ ഒന്ന് ഓർമ്മ വന്നുപോയി. പിന്നെ ഇത് ഉമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നാണ്, കുട്ടികൾക്കുള്ള ഡ്രസ്സുകളൊക്കെയാണ്. ഇതിൽ പിന്നെ ഡ്രസ്സുകളേ ഉള്ളൂ. ഇത് നൈറ്റിയാണ്, മോളുടെ ഡ്രസ്സ്. പിന്നെ ഇതൊക്കെ ഉമ്മാൻ്റെ ഡ്രസ്സുകൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ടേബിളിൽ അവിടെ സ്പ്രെഡ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ഒതുക്കി വെക്കണം. അത് മാത്രമല്ല നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാനും എല്ലാം ഉള്ളതൊക്കെ എല്ലാം മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് മസാലകളും ഇതൊക്കെ പാക്കൊക്കെ മാറ്റി ടിന്നിലിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഓരോന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളെയും കാണിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൽ അരിപ്പൊടിയാണ് പുട്ടിനൊക്കെ ഉള്ളതും, അതുപോലെ പത്തിരിയുടെ പൊടിയൊക്കെയാണ്. ഇത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഞാനിതുപോലെ വലിയ ടിന്നിൽ ഇട്ട് വെക്കാറാണ്. പിന്നെ ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ച് വേറെ ടിന്നിലേക്ക്, ചെറിയ ടിന്നിലേക്ക് ഇട്ട് വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട്, ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് തുറക്കാതെ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാ തവണയും ഒന്നിച്ച് കാശ്മീരി ചില്ലിയും റെഡ് ചില്ലിയും പൊടിച്ചെടുക്കാറാണ്. പക്ഷേ ഇത്തവണ സെപ്പറേറ്റ് ആയിട്ട് ഉമ്മ പൊടിച്ചുകൊണ്ട് വന്നത്. ഇതും അതുപോലെ കൊണ്ടുവന്നൊരു പിക്കിളാണ്. ഇതിൻ്റെ പേര് ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലിയാണ്. നല്ല സ്മെല്ലുണ്ട് തുറന്നപ്പോൾ തന്നെ. അപ്പോൾ എൻ്റെ ബ്രദർ ഇത് സ്പെഷ്യലായിട്ട് കൊടുത്തയച്ചാണ്. അപ്പം അവനിങ്ങനെ വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് മുളകാണ്, ഉണ്ടോ? ഇങ്ങനെ മുളകും ഇത് ശർക്കരപ്പാനിയിലിട്ടിട്ട് ആണ് തോന്നുന്നു ചെയ്തത്. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ലൊരു സ്മെല്ലും ഉണ്ട്. എനിക്ക് തോന്നുന്നത് സാധാ ചോറിനേക്കാളും ടേസ്റ്റ് കൂടുതലുള്ളത് മച്ബൂസിൻ്റെ മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. നിങ്ങളും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ ഞാനിതിൻ്റെ റെസിപ്പി നോക്കാം നിങ്ങൾക്കിത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ വേറൊരു സാധനം ഉണ്ട്, അത് ഞാൻ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഉമ്മ വന്ന ദിവസം ഞാൻ ഫിഷ് മച്ബൂസായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ മുളകിൻ്റെ അച്ചാർ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിറ്റേ ദിവസം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം എനിക്ക് ആ നാരങ്ങ അത് ഉടച്ച് കഴിക്കുന്നതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ നാരങ്ങ എടുക്കുകയാണ്. ഇത് ഭയങ്കര ഒരു അടാർ സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഇത് കഴിക്കുന്നതിന് തന്നെ ഒരു പ്രത്യേക രീതിയാണ്. ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് നാരങ്ങ എടുത്തിടുക. അതിൻ്റെ കുറച്ച് ഗ്രേവിയോടെ തന്നെ, അതിൻ്റെ കുറച്ച് ചാറോട് കൂടെ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇപ്പോഴേ എല്ലാവരുടെ വായിലും കപ്പലോട്ടായിരിക്കും അല്ലേ, കാരണം അത്രയും ഇതിൻ്റെ രുചി അറിയുന്നവർക്കേ അറിയാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ടൊന്ന് നന്നായി ഒന്ന് ഞെരടി കൊടുക്കുക. ഇനിയിപ്പോൾ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ ഇനി കുറച്ച് വെജിറ്റബിളിൻ്റെ കറിയാണ് കേട്ടോ, ഇത് തേങ്ങരച്ച കറിയാണ്. അപ്പോൾ അതുകൂടെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഞെരടിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് അത്, പച്ചമുളകും ഈ പുളിയും ഈ കറീൻ്റെ എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഉപ്പ് നാരങ്ങൻ്റെ റെസിപ്പി ഞാൻ ഉമ്മ പോകുന്ന മുന്നേ ഒരു ദിവസം കാണിക്കാം കേട്ടോ. ഞാൻ ഉമ്മനെ ഇതുവരെ കിച്ചണിലൊന്നും കയറ്റിയിട്ടില്ല, ഉമ്മക്ക് വയ്യാത്തതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്ന്. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ ഇപ്പം. ശരിക്കും ഇത് മാത്രം ഉണ്ടെങ്കിലും വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞിനി കൊതിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.